കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഒക്കെ വീട്ടിൽ പഴം തിന്നു കഴിഞ്ഞാൽ തൊലി വെറുതെ കളയാറല്ലേ പതിവ്. എങ്കിൽ നിങ്ങൾക്കൊരു അടുക്കളത്തോട്ടമോ പൂന്തോട്ടമോ ഉണ്ടെങ്കിൽ പഴത്തൊലി ഇനി വലിച്ചെറിയരുത്. പഴത്തൊലി കൊണ്ട് പൂന്തോട്ടത്തിലെ ചെടികളും അടുക്കളത്തോട്ടത്തിലെ ചെടികളും നിറയെ പൂക്കാനും പെട്ടെന്ന് കായ്ക്കാനും സഹായിക്കുന്ന നല്ലൊരു ജൈവവളം. അത് ഒട്ടും പൈസ ചെലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. പഴത്തൊലി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു ജൈവവളത്തിൽ നിന്നും ചെടികൾക്ക് ആവശ്യമായ പൊട്ടാസ്യവും ഫോസ്ഫറസും കാൽസ്യവും എന്നിവ ധാരാളം ലഭിക്കും. ഇത് ചെടികൾക്ക് പെട്ടെന്ന് ഉന്മേഷം നൽകുന്ന ഒരു ദ്രാവക വളമാണ്. ഇനി ഈ വളം തയ്യാറാക്കുന്ന വിധം പറയാം. ഒരു 2-3 പഴത്തിൻ്റെ തൊലി എടുത്തു വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കത്രികയോ കത്തിയോ ഉപയോഗിച്ച് അരിഞ്ഞെടുക്കണം. പഴത്തൊലി കഴുകി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വിപണിയിൽ നിന്നും വാങ്ങുന്ന പഴങ്ങളിൽ കീടനാശിനി തളിക്കാൻ സാധ്യതയുള്ളതിനാൽ തൊലി അരിയുന്നതിന് മുമ്പായി കഴുകിയെടുത്താൽ നല്ലതാണ്. പഴത്തൊലി ഉപയോഗിക്കുന്ന പോലെ തന്നെ മറ്റ് ഫ്രൂട്ട്സുകളുടെ തൊലികളും വളമാക്കാവുന്നതാണ്. പപ്പായ, തണ്ണിമത്തൻ, മാങ്ങ ഇവയുടെ തൊലി പെട്ടെന്ന് അഴുകി മണ്ണിനോട് ചേരുന്നവയും നല്ല പോഷകങ്ങൾ നൽകുന്നവയുമാണ്. എന്നാൽ ഓറഞ്ച്, ചെറുനാരങ്ങ, മുസമ്പി ഇവയുടെ തൊലിയിൽ ആസിഡിറ്റി കൂടുതലാണ്. ഇവ മണ്ണിൽ അധികം ചേർന്നാൽ മണ്ണ് അമിതമായി ആസിഡ് സ്വഭാവമുള്ളതായി മാറും. ചുരുക്കത്തിൽ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഏത് ചെടികൾക്കും ധൈര്യമായി നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റും. പഴത്തൊലി അരിഞ്ഞു കഴിഞ്ഞാൽ അടപ്പുള്ള ഏതെങ്കിലും പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് പഴത്തൊലി മുങ്ങി നിൽക്കാനുള്ള പാകത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതൊന്ന് കൈകൊണ്ട് ഞരട്ടി പിഴിഞ്ഞതിന് ശേഷം അടച്ചു വെക്കണം. 2 ദിവസം ഇത് തണലത്ത് വെച്ച് ഒന്ന് പുളിപ്പിച്ചെടുക്കണം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് കുപ്പി തുറന്നു നോക്കിയാൽ വെള്ളത്തിൻ്റെ നിറം മാറിയിരിക്കുന്നത് കാണാൻ കഴിയും. ഇതിലെ ചണ്ടി മാറ്റി ഒന്ന് അരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് തുല്യ അളവിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ പൂന്തോട്ടത്തിലെ ചെടികൾക്കും അടുക്കളത്തോട്ടത്തിലെ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവൂ. ആഴ്ചയിൽ 1 തവണ വീതം തക്കാളിക്കും മുളകിനും വെണ്ടക്കും പിന്നെ റോസ് പൂച്ചെടികൾക്കും ഒക്കെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പൂവിടുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ ഗുണം കിട്ടും. ഈ ഒരു ദ്രാവക രൂപത്തിലല്ലാതെ പരമ്പരാഗത രീതിയിലും ചെടികൾക്ക് നേരിട്ട് കൊടുക്കാവുന്നതാണ്. അത് തയ്യാറാക്കാനായിട്ട് പഴത്തൊലി കൊത്തിയരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കണം. എന്നിട്ട് ചെടിയുടെ ചുവട്ടിൽ നിന്നും ചുറ്റിലും അല്പം മണ്ണ് മാറ്റി ചെറിയൊരു തടം പോലെ ആക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ച പഴത്തൊലി തടത്തിലിട്ട് മണ്ണ് ഇട്ട് മൂടി കൊടുക്കണം. മണ്ണിട്ട് മൂടി കൊടുക്കുമ്പോൾ ശരിക്കും ചെയ്തില്ലെങ്കിൽ ഈച്ചയും ഉറുമ്പും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ എപ്പോഴും മണ്ണ് ശരിക്കും ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി പഴത്തൊലി കൂടുതൽ കാലം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനായിട്ട് പഴത്തൊലി പൊടിച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി. അതിന് ചെയ്യേണ്ടത് പഴത്തൊലി ചെറുതായി അരിഞ്ഞ് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കണം. തൊലി കറുത്ത് ഉണങ്ങി, അതായത് കൈകൊണ്ട് ഞരടുമ്പോൾ പൊട്ടിപ്പോകുന്ന രൂപത്തിലാവണം. ഇനി ഇത് പൊടിച്ചെടുത്ത് നനവില്ലാതെ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് ചെടികൾക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നേരത്തെ ചെയ്ത പോലെ ചെടിക്ക് ചുറ്റിലും ചെറുതായൊന്ന് മണ്ണ് മാറ്റി പഴത്തൊലി പൊടിച്ചത് വിതറിയ ശേഷം മണ്ണുമായി നന്നായി കലർത്തുക. 2 ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെടികൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും പൂന്തോട്ടമോ അടുക്കളത്തോട്ടമോ ഉണ്ടെങ്കിൽ ഇനി പഴത്തൊലി കളയാതെ നല്ല എനർജറ്റിക്കായ ഒരു വളം ഉണ്ടാക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.